ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ലാസ്റ്റ് വീക്ക് നാട്ടിലേക്കൊന്ന് പോകുകയുണ്ടായി. ശബരി ട്രെയിനിലാണ് പോയത്. ഇവിടുന്ന് ഒരു 2 ദിവസത്തെ യാത്രയുണ്ട്. ഒരു 28 hours യാത്രയാണ് ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്നത്. എനിക്ക് ഓരോ പ്രാവശ്യവും നാട്ടിലോട്ട് പോകുമ്പോൾ ശബരിയിൽ ഒരു യാത്രയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു മെമ്മറബിളായിട്ടുള്ളൊരു ഒരു യാത്രയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ കുറേ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടും. ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രെയിൻ യാത്രയെന്ന് വെച്ചാൽ. 2 ദിവസം എങ്ങനെ നമ്മളിവിടുന്ന് ഉച്ചയ്ക്ക് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചയാകുമ്പോൾ നമ്മളങ്ങ് നാട്ടിലെത്തും. പക്ഷേ ആ 2 ദിവസം എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. സോ ആ ട്രെയിൻ യാത്രയിൽ കുറേ ഫുഡ് കഴിക്കുകയും അതേപോലെ കുറേ ഫ്രണ്ട്സിനെ പരിചയപ്പെടുകയും അങ്ങനെയൊക്കെയാണ് സാധാ എൻ്റെ ആ ഒരു സമയം ഞാനിങ്ങനെ ചിലവഴിക്കുന്നത്. ഈ സമയത്ത് ഈ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് തലേ ദിവസമാണ് ഞാനിങ്ങനെ തീരുമാനമെടുത്ത് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല. അതുപോലെ ഫുഡൊക്കെ ഞങ്ങൾ ട്രെയിനിൽ നിന്നൊക്കെയാണ് മേടിച്ചത്. അതുകൊണ്ട് ആ ഒരു ഇതിലായിരുന്നു ഈ പ്രാവശ്യം പോയത്. പിന്നെ ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ വീഡിയോസ് അതേപോലെ അങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് എങ്ങനെ ഒരു നല്ല വ്യൂ കണ്ടാലും ഞാനത് ക്യാപ്ചർ ചെയ്യുക എൻ്റെ ഫോണിൽ. പിന്നെ അതുപോലെ ഫുഡ് ഞാൻ പാഴ്സൽ മേടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഫുഡ് നമ്മൾ കരുതിയില്ല, ഫുഡ് പാഴ്സൽ മേടിച്ചാണ് കഴിച്ചത്. ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ആ കണ്ട വ്യൂ എല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്ത് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ വ്യൂസിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടുന്ന് വെച്ചാൽ സെക്കൻഡറാബാദ് കായംകുളമാണ് എൻ്റെ ജേർണി. സോ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ആ ഒരു വ്യൂ ആണിത് കാണുന്നത്. എനിക്ക് ഭയങ്കര ഒരു ജേർണി തീർന്നല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്, എന്നാലും പെട്ടെന്ന് എത്തിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇത് കായംകുളം ജംഗ്ഷൻ, അതായത് റെയിൽവേ സ്റ്റേഷൻ ആ ഒരു സ്ഥലമാണിത്. പിന്നെ ട്രെയിൻ പോയ ശേഷം പിന്നെ ഞങ്ങൾ ബാഗും നമ്മുടെ ലഗേജൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകാനുള്ള ആ ഒരു ഇതിലായിരുന്നു. പിന്നെ അവിടെ കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ട്രെയിൻ പോകുന്ന ആ ഒരു ഇതിലൊക്കെ ഞാൻ കുറച്ച് ഷോർട്സായിട്ടും കുറച്ച് വീഡിയോസായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ആ സമയത്ത് വിശന്നായിരുന്നു. അപ്പം ട്രെയിൻ ഇറങ്ങി വിശന്നപ്പോഴത്തേക്ക് ഒരു പഴംപൊരി കഴിച്ചു. പിന്നെ അങ്ങനെ വീട്ടിൽ എത്തിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്.